ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥിരം ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നേരൊക്കെ വെളുത്ത് വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ രാവിലെ കുടിക്കാറ്. പിന്നെ വൈകിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പാൽ ചായ കുടിക്കാറുണ്ട്. പാൽ ചായനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോറിൽ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഒന്ന് മിക്സിയിലൊന്ന് ഒന്നടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുട്ട് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒന്ന് ബാക്ക് സ്പീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പുട്ടിൻ്റെ പൊടി റെഡി ആയിക്കോളേ. അങ്ങനെ അതേ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആറ്റി കുട്ടികൾക്കുള്ളതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയായിരുന്നു. മദ്രസ ഉണ്ട്, അപ്പോൾ അവർ എണീറ്റ് വരുമ്പോഴേക്കും ചായയൊക്കെ ഒന്ന് ചൂടാറി കിട്ടണം കേട്ടോ. തീരെ ചൂടില്ലാത്ത ചായയാണ് കേട്ടോ അവർ കുടിക്കുക. മഴക്കാലം ആയില്ലേ, കുറച്ച് ചൂട് കൊടുക്കുന്ന കുടിക്കുക എന്ന് പറഞ്ഞാൽ തീരെ കേൾക്കില്ലേ. അതും അതെ, ഫയക്കുട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ കുടിക്കുക. തീരെ ചൂടില്ലാണ്ട് പച്ച വെള്ളം പോലെയാണ് കുടിക്കുക. ഞാൻ പിന്നെ അങ്ങനെ ശീലമാക്കിയിട്ടാന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, പുട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പുട്ടിനുള്ള പൊടിയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ചോറ് അരച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചൂട് കൊടുക്കുന്ന കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇനി പുട്ട് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ 2-3 കുറ്റിയൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ പുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടമുണ്ട്, പിന്നെ മുതിരയാണ് കേട്ടോ. അപ്പോൾ മുതിര അപ്പുറത്ത് ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫയ്യക്കുട്ടിക്കൊക്കെ പുട്ടായി കഴിഞ്ഞാൽ മീൻകറി തന്നെ നിർബന്ധമാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പം മീൻകറിയൊന്നും ഇല്ല, മുതിര കൂട്ടിയിട്ട് തന്നെ കഴിക്കണം. പിന്നെ പപ്പടം അവൾക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ പാതു പപ്പടത്തിൻ്റെ ആശാനാണ്. പപ്പടം എത്ര കിട്ടിയാലും നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ മുതിര നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് വെള്ളമാക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റും ഇല്ല, കഴിക്കാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പേരിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.